ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മല്ലു രസോയ്. വളരെ ആരോഗ്യ ഗുണമുള്ള ഇലയാണ് കറിവേപ്പില ഇല. ഈ കറിവേപ്പില ഇലകൾ ഉപയോഗിച്ച് വളരെ വേഗം ചെയ്യാൻ പറ്റുന്ന ഒരു മോരുകറിയാണ് കറിവേപ്പില തമ്പിളി. ആവശ്യമായ സാധനങ്ങൾ: കറിവേപ്പില അര ബൗൾ, ഒരു 3-4 സ്പൂൺ ചിരകിയ തേങ്ങ, അര സ്പൂൺ ജീരകം, അര സ്പൂൺ കുരുമുളക്, 2 പച്ചമുളക്, പുളിക്കാത്ത തൈര് 1 ബൗൾ. ഒരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് ചൂടാക്കുക. അതിലേക്ക് ജീരകം ഇടുക. ജീരകം പൊട്ടി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് കുരുമുളകും 2 പച്ചമുളകും ഇടാം. നോർമലി കറിവേപ്പില തമ്പിളിയിൽ കുരുമുളക് മാത്രമേ ഇടാറുള്ളൂ. ചിലർക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെടാറില്ല. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ 2 പച്ചമുളകും അല്പം കുരുമുളകും എടുക്കാവുന്നതാണ്. ജീരകം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് കറിവേപ്പില ഇടാവുന്നതാണ്. കറിവേപ്പില ഇട്ട് നന്നായി അതിനെ വഴറ്റിയെടുക്കുക. കറിവേപ്പില ഇലകൾ ഒന്ന് ചുരുങ്ങി വരണം. കറിവേപ്പില ഇലകൾ ഒന്ന് ചുരുങ്ങി വരുമ്പോഴേക്കും അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. 1-2 മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതിയാകും. ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായി ഇളക്കിയെടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതിനെ ഒന്ന് തണുക്കാൻ വെക്കാം. തണുത്തതിനു ശേഷം ഇതിനെ ഒരു മിക്സർ ജാറിലേക്ക് മാറ്റാം. അല്പം കായപ്പൊടി ഇട്ടതിനു ശേഷം ഒരു ചമ്മന്തിക്ക് അരയ്ക്കുന്നത് പോലെ നന്നായി ഇതിനെ അരച്ചെടുക്കാം. അരച്ചു വച്ചിരിക്കുന്ന കൂട്ടിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് തൈരും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. തൈരിലെ കട്ടകൾ മാറ്റാനായി ഇതേ മിക്സർ ജാറിലേക്ക് തൈര് ഒഴിച്ചതിനു ശേഷം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഉണ്ടാക്കാൻ വളരെ എളുപ്പവും ആരോഗ്യത്തിന് വളരെ നല്ലതുമായ ഒന്നാണ് ഈ കറിവേപ്പില തമ്പിളി. കറിവേപ്പില തമ്പിളി തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് അല്പം കടുക് താളിച്ച് ചേർക്കാം. ഇതിനായി പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് ചൂടാക്കുക. ചൂടായ എണ്ണയിലേക്ക് അര സ്പൂൺ കടുക്, അര സ്പൂൺ ജീരകം, 1 ചുവന്ന മുളക് എന്നിവ ഇടുക. കടുക് പൊട്ടി തുടങ്ങിയാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഈ കടുകിനെ നമ്മുടെ തമ്പിളിയിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. കറിവേപ്പില തമ്പിളി തയ്യാറായി കഴിഞ്ഞു. ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രുചിയായിരിക്കും. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയറും ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, പിന്നെ താഴെ കാണുന്ന ബെൽ ബട്ടണും അമർത്തുക. താങ്ക് യു.